2021 ഞാൻ അറിഞ്ഞത് കേരള യുണൈറ്റഡിൽ ഒരു യങ് സ്ട്രൈക്കർ ഇങ്ങനെ ഒരു എമർജ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ കളികളൊന്നും ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഒരു താരം ലൈം ലൈറ്റിലോട്ട് വരുന്നത് 2022 സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിലാണ്. യെസ്, കർണാടകയ്ക്കെതിരെ ആ മത്സരത്തിൽ 5 ഗോളുകൾ അടിച്ച താരം. മസ്റ്റ് വാച്ച് ഔട്ടിന്റെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജസ്റ്റിൻ ടികെയെ കുറിച്ചാണ്. നിസാർ സുനൈന ദമ്പതികളുടെ മകനായി 2000 ഫെബ്രുവരി 19 ജസ്റ്റിൻ ടികെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജനിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ആയതുകൊണ്ട് എങ്ങനെ ഫുട്ബോൾ കളിച്ചു തുടങ്ങി എന്നതിനെ പറ്റി നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. കാരണം മലപ്പുറത്ത് നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു താരം ഫുട്ബോൾ കളിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ജസ്റ്റിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു അത്ലറ്റ് ആയിരുന്നു. സ്റ്റേറ്റ് ലെവലൊക്കെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു അത്ലറ്റ് ആണ്. പോൾ വാൾട്ട് ആയിരുന്നു ഒരു മെയിൻ ഇവന്റ് ആയിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിലെ സെപ്റ്റ് അക്കാഡമിയിലൂടെയാണ് ജസ്റ്റിൻ തന്റെ കളിയുടെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ആദ്യ കോച്ചായിട്ടുണ്ടായിരുന്നത് കമാലുദ്ദീൻ കോച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റാഷിദ് സീക്കയെ പറ്റി സംസാരിച്ചപ്പോഴും കമാലുദ്ദീൻ കോച്ചിനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഒരു ഫസ്റ്റ് കോച്ച് എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന നിലമ്പൂരിൽ നിന്നുള്ളൊരു കോച്ചാണ് കമാലുദ്ദീൻ കോച്ച്. ഇനിയും പല താരങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കോച്ചിനെ പറ്റി വീണ്ടും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിന്റെ ഒരു സ്കൂൾ ടൈമിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു ജില്ലാ ടീമിലൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അദ്ദേഹം പലവട്ടം ശ്രമിച്ചെങ്കിലും അതിലേക്ക് അദ്ദേഹത്തിന് അങ്ങ് എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 2010 to 2015 ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളൊക്കെ ഇത്രത്തോളം വന്നിട്ടില്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റിന് അത്ര ഒരു വലിയ മാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രൈവറ്റ് ആയിട്ടാണ് തൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ അറിയാലോ, അദ്ദേഹത്തിന് അവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ പയ്യെ ജസ്റ്റിൻ തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെ മറന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹം 5 sevens ടൂർണമെന്റ് കളിക്കാൻ പോവുകയും നിരന്തരം ട്രെയിനിങ് നടത്തുകയും ചെയ്യും. അങ്ങനെ ലോക്കൽസ് ടൂർണമെന്റിലെ ജസ്റ്റിന്റെ ഒരു പ്രകടനം കണ്ടിട്ടാണ് MS മമ്പാടിന്റെ കോച്ച് അദ്ദേഹത്തോട് അടുത്ത വർഷം MS മമ്പാടിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ +2 റിസൾട്ട് വന്നപ്പോൾ ഒരു സബ്ജക്റ്റിന് അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. വിധി വീണ്ടും ജസ്റ്റിനെ തോൽപ്പിച്ചു എന്ന് കരുതി. പിന്നീട് ജസ്റ്റിൻ ആ ഒരു പേപ്പർ എഴുതിയെടുക്കുകയും ഒരു വർഷം കാത്തിരുന്ന് MS മമ്പാടിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ MS മമ്പാടിൽ കളിക്കുന്ന സമയത്താണ് ബിനോ ജോർജിന്റെ ശ്രദ്ധയിൽ ജസ്റ്റിൻ പെടുന്നതും കേരള യുണൈറ്റഡിൽ എത്തുന്നതും പിന്നീട് സന്തോഷ് ട്രോഫി ടീമിൽ എത്തുന്നതും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ എത്തുന്നതും. നിലവിൽ കൽക്കത്ത ഫുട്ബോൾ ലീഗിൽ ഗോളുകൾ അടിച്ചുകൂട്ടി ടോപ്പ് സ്കോററായിട്ടാണ് നിൽക്കുന്നത്. അക്കാഡമിക്കലി തിളങ്ങുന്നവർ മാത്രമല്ല മിടുക്കന്മാർ എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ജസ്റ്റിൻ ടികെ. ജസ്റ്റിന്റെ ഇഷ്ട പ്ലെയർ ലയണൽ മെസ്സിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള ഒരു താരം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ എനിക്ക് ജസ്റ്റിന്റെ കളിശൈലി കാണുമ്പോഴത്തേക്കും എർലിംഗ് ഹാലൻഡിന്റെ കളിയുമൊക്കെ ആയിട്ട് ചില സാമ്യതകൾ, അദ്ദേഹത്തിന്റെ ചില റൺസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് സന്തോഷ് ട്രോഫി സമയത്ത് ഒരുപാട് പേര് ഹാലൻഡിന്റെ ഒരു സ്റ്റൈൽ എന്ന വണ്ണം പറയും, കേരള ഹാലൻഡ് എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത്. ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവിന് ജോലിക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതാവായിരുന്നു ഈ ട്രയൽസിന് ഒക്കെ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ക്യാമ്പിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ ജസ്റ്റിന്റെ ഉമ്മയുടെ അങ്കിൾസ് ആയിരുന്നു ജസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ കിറ്റ്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തിരുന്നത്. ജസ്റ്റിൻ തന്റെ കരിയറിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ആണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാണെങ്കിലും ഒരു ടോപ്പ് ടയർ ലെവലിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും കളിക്കാൻ കഴിയട്ടെ. ഈ സീസണിൽ കൂടുതൽ മത്സരങ്ങൾ, കഴിഞ്ഞ വർഷം അദ്ദേഹം ISLലെ ചില മത്സരങ്ങളിൽ കുറച്ച് മിനിറ്റ്സ് ഒക്കെ കളിച്ചിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ഗെയിം ടൈം കിട്ടട്ടെ. അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറാണ്, നമ്മുടെ രാജ്യത്തിന് ഒരു സ്ട്രൈക്കർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ എന്ന ലെവലിലേക്കൊക്കെ അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കട്ടെ.